വണ്ടി എടുത്താ അതൊക്കെയുണ്ട്. കേൾക്കുമ്പോ എന്നെ പോലെ പൃഥ്വിക്ക് ഒരുപാട് സന്തോഷാവും. അതെനിക്ക് ഉറപ്പാ. എന്നാലേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് കേൾക്കുമ്പോഴേ തനിക്കും വലിയ സന്തോഷമാവും. ആണോ? ഞാൻ പറഞ്ഞില്ലേ പൃഥ്വി, നമ്മുടെ കുഞ്ഞ് നമ്മുടെ ഭാഗ്യ. അതുകൊണ്ടല്ലേ നമ്മൾ ഒരുപാട് കാലം ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം ഇപ്പൊ പെട്ടെന്ന് നടക്കാൻ പോകുന്നത്. എന്താ കാര്യം? പൃഥ്വി, ആ നാശം പിടിച്ച ദുർഗയും അവളുടെ ഭർത്താവ് ആ കോന്തൻ കിരണും ഇല്ലേ, അവരോടൊന്ന് പോവാൻ സമ്മതിച്ചു. സന്തോഷായില്ലേ? ഇവിടുന്ന് പോകാന്ന് ദുർഗയും കിരണും പറഞ്ഞോ? ആ പറഞ്ഞു. പക്ഷെ എന്നോടല്ല, മുത്തശ്ശിയോട്. പ്രഗ്നന്റ് ആയിരിക്കുന്ന എന്റെ സന്തോഷത്തിന് ഇപ്പൊ എല്ലാവർക്കും പ്രാധാന്യം. അതുകൊണ്ടുകൂടിയാ ദുർഗയും കൂട്ടി മുത്തശ്ശി ഇവിടുന്ന് പോവാന്ന് സമ്മതിച്ചത്. ഇതിനുവേണ്ടി അമ്മയും അപ്പച്ചി ഒരുപാട് കഷ്ടപ്പെട്ടു. എന്തായാലും നമ്മുടെ കാര്യം നടക്കുമല്ലോ. ഭാഗ്യം. പൃഥ്വി എന്തോന്നും മിണ്ടാത്തെ? ഞാൻ വിചാരിച്ചു ഞാൻ ഈ കാര്യം പറയുമ്പോ പൃഥ്വി സന്തോഷം കൊണ്ട് തുള്ളി ചാടൂന്ന്. എനിക്ക് സന്തോഷമില്ലെന്ന് തന്നോടാരാ പറഞ്ഞേ? ചെറിയച്ഛ അവരിവിടെ എവിടെയെങ്കിലും കാണും? ഇല്ലെന്നേ. ഞാൻ അവരുടെ റൂമിലും ഈ വീട്ടിലെ കംപ്ലീറ്റ് സ്ഥലത്തും നോക്കി. എടാ, അവരെന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോയിട്ടുണ്ടാവും. അവരിഞ്ഞു വന്നോളും. ഓ വരും, അത് ശരിയാ. പക്ഷേ അവർക്കിടയിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. അല്ലെങ്കിൽ പിന്നെ അവരെന്തിനാണ് ഇങ്ങനെ എല്ലാ ദിവസവും അർദ്ധരാത്രി പുറത്തിറങ്ങി പോന്നെ? ആലോചിച്ച് നോക്കിയേ. അവര് ചിലപ്പോ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയതായിരിക്കും. അന്ന് രാത്രി പോയില്ലേ, അതുപോലെ. അതെ, അവർക്കെന്താ കുഴപ്പം? താമസിക്കാൻ വീട്, സമയാസമയത്ത് ഭക്ഷണം, പിന്നെ കിട്ടുന്ന കാശിന് മൊത്തം ഐസ്ക്രീം തിന്ന് കറങ്ങി നടക്കാലോ. അത് തന്നെ. എല്ലാ കാര്യത്തിനും ആ കിരണിനെയും ദുർഗയും സപ്പോർട്ട് ചെയ്യുന്ന ഈ പൂർണിമയും മഹിയേട്ടനുമാ. ചെറിയച്ഛ, അവര് രണ്ടുപേരും ഈ വീട്ടിൽ നിൽക്കുന്നോണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. എന്ന് ആര് പറഞ്ഞു? രണ്ടുപേരുടെ ചെലവ് ഒരു നഷ്ടം തന്നെയല്ലേ? എന്തിനാ ചെറിയമ്മ ഇങ്ങനെ കണക്ക് പറയുന്നേ? നീരജ പറയുന്നതിനകത്ത് എന്തുവാ തെറ്റ്?
ബാക്കി എല്ലാ കാര്യത്തിനും എള്ളു കയറി കണക്കെഴുതുന്ന പൂർണിമയ്ക്ക് കിരണിന്റെയും ദുർഗയുടെയും കാര്യത്തിൽ മാത്രം എന്തോ ഒരു മാറ്റം. നമുക്കറിയാത്ത എന്തെങ്കിലും രഹസ്യം അവരുടെ കാര്യത്തിൽ ഇവർക്കുണ്ടാകും സഹദേവ. ആണോ? ഓ, എന്ത് രഹസ്യം? ആ, നിങ്ങൾക്ക് ഇത് എന്താ പറ്റിയേ? അതെന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഒന്നുണ്ട്, സത്യം എത്രയൊക്കെ മറച്ചു വെച്ചാലും അതൊരിക്കൽ പുറത്തു വരിക തന്നെ ചെയ്യും. ഓ എന്റെ ചേച്ചി വിഷയം മാറ്റല്ലേ. ഇപ്പൊ അതല്ലല്ലോ പ്രശ്നം. ആ കിരണും ദുർഗ എവിടെ പോയി? അതെ പൂർണിമേ, ഇത് നിസ്സാര കാര്യമൊന്നുമല്ല. ആ അവരീ വീട്ടിൽ താമസിക്കുന്നിടത്തോളം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ അത് നമ്മളെയും ബാധിക്കും. അത് മറക്കരുത് കേട്ടോ. പൂർണിമ സ്വന്തം ഇഷ്ടത്തിനാണ് അവരെ ഇവിടെ കെട്ടി താമസിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ പൂർണിമ തന്നെ ഉത്തരവാദിത്വം എടുക്കണം. പൂർണിമേ, ഇവര് ഈ പറയുന്നതിലൊക്കെ കാര്യമുണ്ട്. അതുകൊണ്ട് നീ അവരെ ഇങ്ങനെ കയറൂരി വിടരുത്. ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാ. അല്ലെങ്കിലേ അത് ദോഷം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മഹിയേട്ട എന്തോ ഒന്നും ഉണ്ടായിരിക്കുന്നേ. ഓ, എല്ലാ കാര്യത്തിലും പൂർണിമ അങ്ങ് ഉപദേശിക്കുന്ന ആള് ഈ കാര്യത്തിൽ മാത്രം എന്തോ ഒരു മൗനം.